നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഭയാനകമാണ് അവിടെ നടന്ന ഉള്ളുകളികളെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കുകുത്തിയാക്കി അവിടെ NDA മുന്നണിയുടെ കുതിച്ചുകയറ്റം എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ കള്ളക്കളികൾ കൃത്യമായി തനിക്കറിയാം എന്നുള്ള പരോക്ഷമായ വിമർശനം ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന, എന്നാൽ വലിയ വകുപ്പുകളൊന്നും തന്നെ പോർട്ട്ഫോളിയോ ഇനത്തിൽ കിട്ടാത്ത നിരാശവാനായ ശിവസേനയുടെ നേതാവ് ഏകനാഥ് ഷിൻഡെ തുറന്നടിച്ചിരിക്കുകയാണ്. BJP അധിക നാൾ വാഴില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന കൂടി ഷിൻഡെ പുറത്തുവിടുകയാണ്. തന്നെ ചതിച്ചാൽ എല്ലാം പൊളിച്ചെടുക്കും, അതിന് അധിക സമയമൊന്നും വേണ്ടി വരില്ല. മഹാരാഷ്ട്രയിൽ അഴിമതിക്കാരനായ അജിത് പവാറിനെയും കൂട്ടുപിടിച്ച് BJP നടത്തുന്ന കളികൾ പലതും ഷിൻഡെക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഷിൻഡെ അത് പരിഹാസത്തോടെ പൊളിച്ചെടുക്കുകയും ചെയ്തു. ഫട്നാവിസും അജിത് പവാറും കൂടി രാവിലെയും രാത്രിയുമൊക്കെ മാറി മാറി സത്യം പറഞ്ഞ് ചെയ്ത കഥകൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് പൊതു വേദിയിൽ വെച്ച് തന്നെ ഇവരെ രണ്ടുപേരെയും പരസ്യമായി തന്നെ അപമാനിച്ചു. എന്നിട്ടും അതൊക്കെ ഒന്നും ഏശാത്ത പോലെ ഒരു വളിച്ച ചിരിയാണ് ഇരു നേതാക്കളും അങ്ങ് പാസാക്കി വിട്ടത്. ഒടുവിൽ ഷിൻഡെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നു. കൂടുതൽ കളിച്ചാൽ വിവരം അറിയും, മന്ത്രിസഭ തന്നെ താഴെ വീഴും. അതിന് ഇപ്പോഴും തൻ്റെ കയ്യിൽ വെടിമരുന്നുണ്ട് എന്ന് ഏകനാഥ് ഷിൻഡെ ഉറപ്പിച്ച് പറയുന്നു. തനിക്ക് മന്ത്രിസ്ഥാനം പോയാലോ ഭരണം പോയാലോ പുല്ലേ മാത്രമാണ്. തൻ്റെ പക്കൽ 7 MP മാരുണ്ട്. അവരെയും കൊണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ചെന്നാൽ ഇതിലും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും. മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് പോയാലും തനിക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ ഉദ്ധവിനെ കണ്ട് വീണ്ടും യോജിച്ച് ശിവസേന വിപുലീകരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാനും മടിയില്ല എന്നൊരു സൂചന കൂടിയാണ് ഷിൻഡെ ഈ പറയുന്നതിൽ വ്യക്തമാക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ തുറന്നടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായ നാനാ പട്ടോളെ പറയുന്നത്, ഷിൻഡെക്ക് അധിക നാൾ ഈ അസഹനീയമായ ഈ അഴിമതി കൂട്ടുകെട്ടിൽ തുടർന്ന് നിൽക്കാൻ കഴിയില്ല. അജിത് പവാറിനെ പോലെ മഹാരാഷ്ട്ര കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ്റെ കൂടെ വേദി പങ്കിടാനും ഷിൻഡെക്ക് അധിക നാൾ കഴിയില്ല. ആശയത്തിൻ്റെ പേരിൽ ഷിൻഡെ പല കാര്യങ്ങളിലും ഉദ്ധവുമായി വ്യത്യസ്തത രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഷിൻഡെക്ക് കൃത്യമായി അറിയാം താൻ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് എന്ന്. മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി മാത്രമാണ് ഉദ്ധവിനെ പുറകിൽ നിന്ന് കുത്തി ഏകനാഥ് ഷിൻഡെ BJP ക്യാമ്പിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ BJP ആണ് ഷിൻഡെ പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. ഷിൻഡെ മുഖ്യമന്ത്രിയാക്കാം എന്ന് വാക്കാൽ പറഞ്ഞിരുന്നു എന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ ഷിൻഡെ തുറന്നടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ബഹുദൂരം മുന്നിലായി മഹായുതി സഖ്യമെന്ന് പറയപ്പെടുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഷിൻഡെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ച നടത്തിയിട്ടും ഷിൻഡെ അതിന് വഴങ്ങിയില്ല. ഒടുവിൽ ഷിൻഡെയെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ള BJPയുടെ അറ്റകൈ പ്രയോഗമാണ് നടത്തിയത്. ഇതിലൂടെയാണ് ഷിൻഡെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്, ഞാൻ വെറുതെ വിടില്ല എന്നത്. ഇത് മഹാരാഷ്ട്രയിൽ ഒരു വൻ നീക്കത്തിന് സാധ്യത ഉണ്ടാകുന്നു. ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഏത് നിമിഷവും ഫട്നാവിസ് രാജിവെക്കും.